പോകുന്നത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കെയിൽ വെച്ചിട്ട് ഒരു തോരനാണ്. എല്ലാവരും ഒത്തിരി ഫെമിലിയർ ആണോ കെയിലെന്ന് എനിക്കറിയത്തില്ല, ഇവിടെയൊക്കെ കോമൺ ആണ്. പക്ഷെ ഇത് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഫസ്റ്റ് നമുക്ക് നന്നായി വാഷ് ചെയ്ത് എടുത്ത് ഒന്ന് ചോപ്പ് ചെയ്യണം. സോ നമ്മുടെ കെയിൽ റെഡി ആയിട്ടുണ്ട്. ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇത് കുറച്ച് തേങ്ങ, 2 വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കറിവേപ്പില, പച്ചമുളക്, പിന്നെ മഞ്ഞൾപ്പൊടി, കടുക്, ഇത്രയാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഓയിലും ഞാൻ കോക്കനട്ട് ഓയിൽ എടുക്കാനാണ് ഉപയോഗിക്കുന്നത്. ഉള്ളിയും പച്ചമുളകും ഉപ്പും എല്ലാം കൂടി ഇട്ടൊന്ന് പതുക്കെ ചതച്ച് വെച്ചിരിക്കുകയാണ്. തോരനറിയാലോ, നമ്മൾ ഒത്തിരി അരയ്ക്കേണ്ട ഒന്നും ആവശ്യമില്ല. എണ്ണ ചൂടായതിന് ശേഷം കടുകിടാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. കറിവേപ്പില ഇടുക. കുറച്ച് പച്ചമുളക് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, ഇത് സിമ്മിലേക്ക് ഇടുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കെയിൽ ഇതിലേക്ക് ഇടുക. കുറച്ച് കഴിയുമ്പോൾ ഇത് ഒത്തിരി എന്താ പറയുക ചെറുതാവും, ഇത്ര കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ വെള്ളയ്ക്ക് ഇപ്പം തന്നെ ഞാൻ തേങ്ങ ഇടുന്നുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്യുക. ചില വീഡിയോയിലൊക്കെ ചിലർ ചെയ്യുന്ന കാണാം, ഇതിൻ്റെ കൂടെ നന്നായിട്ട് ഈ പാനിലോട്ട് ഇടുന്നതിന് മുന്നേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യും. അങ്ങനെയും ചെയ്യാം. നമ്മൾ ക്യാബേജ് ഒക്കെ അങ്ങനല്ലേ, അതുപോലെ തന്നെ ഇതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കെയിൽ വേവിക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. യൂഷ്വലി ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഓക്കെ. ഈ കെയിൽ ലീഫി ഗ്രീൻ വെജിറ്റബിളാണ്. ഈ സെയിം ഫാമിലി ആസ് ക്യാബേജ്, ബ്രോക്കലി ഒക്കെ ഇല്ലേ, കോളിഫ്ലവർ, അതിൻ്റെ ഫാമിലിയിൽപ്പെട്ട ഒരു സംഭവമാണ്. എനിക്കൊന്നും നമ്മുടെ നാട്ടിൽ അതുപോലെ നല്ല കോമൺ ഒന്നുമല്ല. എസ്പെഷ്യലി നാട്ടുപുറത്ത് ചന്തകളിലൊന്നും കിട്ടത്തില്ല. ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റ്സിലോ മെട്രോ സിറ്റീസിലൊക്കെ സൂപ്പർ മാർക്കറ്റ്സിൽ കണ്ടാൽ വെച്ചിട്ടോ കഴിക്കുന്നതെന്ന് തോന്നുന്നു. സാലഡ്സിൽ ഇടുമ്പോൾ അത്രയ്ക്ക് എനിക്കിഷ്ടമല്ല. ഇതിനകത്ത് വിറ്റമിൻ കെ ഉണ്ടെന്നാണ് പറയുന്നത്. സോ പാർക്കിൽ നമുക്ക് നമ്മുടെ കെയിലായിട്ടുണ്ട്. ഞാൻ ഈ ഒരു സ്റ്റേജിൽ ഓഫ് ചെയ്യുവാണ്. നമുക്ക് 2 ദിവസത്തേക്കും അത് കൂടുതൽ ദിവസത്തേക്കുള്ളതാണ്. കാരണം ഞങ്ങൾ 2 പേരല്ലേ ഇവിടെ ഉള്ളൂ. അങ്ങനെ. സോ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. വെരി ഈസി. നിങ്ങൾക്ക് കെയിൽ സെയിൻസ്ബറിന്നോ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റ് ഗ്രോസറി ഷോപ്പിൽ നിന്ന് ഇവിടെ UK കിട്ടുന്നതാണ്. ഇനി യൂറോപ്യൻ കൺട്രീസിലുള്ളവർക്ക് കിട്ടുന്നതാണ്. നാട്ടിലുള്ളവർക്ക് കിട്ടുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് സൂപ്പർ ഫുഡായിട്ടാണ് പറയുന്നത്. സോ അപ്പോൾ ഇനി വേറൊരു റെസിപ്പി ആയിട്ട് പിന്നെ വരാം. ബൈ.